IS റിക്രൂട്ട്മെന്റ് കേസിൽ കേരളത്തിലെ ആദ്യ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് സ്വദേശി റിയാബ് റഹ്മാനെതിരെയാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മലപ്പുറം പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. റിയാബ് സിറിയയിലേക്ക് കടന്നെന്നാണ് വിവരങ്ങൾ. കോഴിക്കോട് സ്വദേശി റിയാദ് റഹ്മാനെതിരെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തത്. സോഷ്യൽ മീഡിയ വഴി ഭീകര സംഘടനയായ ISലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ISുമായുള്ള റിയാബിന്റെ ബന്ധം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയതായി മലപ്പുറം പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ പറഞ്ഞു. FIR പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടക്കമാണ്. ഇത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇന്ന മുതൽ തുടങ്ങും. വന്നുണ്ടോ ഇല്ല അത് കറക്റ്റ് എത്ര രീതിയിലാണോ അത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ല, ഇൻവോൾവ്മെന്റ് ഉണ്ട് പറഞ്ഞിട്ടൊരു സംശയമുണ്ട്. ഇൻവോൾവ് പറഞ്ഞാൽ കുറേ വിവിധ ബന്ധങ്ങളുണ്ടാവും. അത് അന്വേഷണം വരും. അല്ല, കുറേ കാണും. എവിടെ കാണും? കുറേ കാണും. അന്വേഷണം സാർ നേരിട്ടാണോ അതോ? അല്ല, ഞാൻ എൻ്റെ പോലീസ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വേറെ സ്ഥലം മാറ്റാത്ത ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യും. കോഴിക്കോട് സ്വദേശിയായ ഒരാളാണ്. അതെങ്ങനെ കരിപ്പൂരിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്? അല്ല, സ്വദേശി എവിടെ ആവാം. ഇവിടെ കരിപ്പൂർ സ്റ്റേഷനിൽ വിവരം കിട്ടുമ്പോൾ രജിസ്റ്റർ ചെയ്യും. ഒരു വ്യക്തിക്ക് അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാമല്ലേ. അപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ വിവരം കിട്ടി അവിടെ രജിസ്റ്റർ ചെയ്യും. കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം IS ബന്ധം സംശയിച്ച് കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് റിയാബ് റഹ്മാനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. റിയാബ് ഇപ്പോൾ സിറിയയിലാണെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി റിയാബ് റഹ്മാൻ കുടുംബത്തോടൊപ്പം വിദേശത്താണ്. റിയാബ് റഹ്മാനെതിരെ രജിസ്റ്റർ ചെയ്തത് IS റിക്രൂട്ട്മെന്റ് കേസിൽ സംസ്ഥാനത്തെ ആദ്യത്തേതുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. IS ബന്ധമുള്ള 4 യുവാക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ സൈബർ ഷാഡോ വിഭാഗത്തിലേക്ക് കൂടുതൽ ആളുകളെ വിന്യസിക്കാൻ പോലീസ് ഒരുങ്ങുന്നു. വാട്സാപ്പ് കോളുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനായി നൂതന സോഫ്റ്റ്വെയർ വാങ്ങാനും പോലീസ് ആലോചിക്കുകയാണ്. സോഷ്യൽ മീഡിയകൾ വഴിയാണ് IS ആദ്യം കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. ISന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയ മലയാളി യുവാക്കളെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പെട്രോളിംഗ് നടത്താൻ സംസ്ഥാന പോലീസിലെ ഒരു ഏജൻസി തീരുമാനിച്ചത്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് കൂടുതൽ ഷാഡോ അംഗങ്ങളെ നിയോഗിക്കും. ആഴ്ചയിൽ 1 വിധത്തിലെങ്കിലും ഒരു കേസ് കണ്ടെത്തി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് മുകളിൽ നിന്നും ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തീവ്ര മതകാഴ്ചപ്പാട് പുലർത്തുന്ന ഒരുപറ്റം മലയാളികളുടെ പട്ടിക ഇതിനോടകം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കയ്യിലുണ്ട്. ഇവർ സെർച്ചിംഗ് നടത്തുന്ന സൈറ്റുകൾ, ബന്ധപ്പെടുന്ന ആളുകൾ എന്നിവരെ കണ്ടെത്താനായി നിലവിൽ സേവനദാതാക്കളിൽ നിന്ന് ചില സഹായങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇവയുടെ വ്യാപ്തി വർദ്ധിക്കാനായി നൂതനമായ സോഫ്റ്റ്വെയറുകൾ വാങ്ങേണ്ടി വരുമെന്നാണ് പോലീസ് കരുതുന്നത്. നിലവിൽ വാട്സപ്പ് വഴിയുള്ള കോളിംഗ് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇന്ത്യയിൽ നിലവിലില്ല. എന്നാൽ ലോകത്തെ ചില രഹസ്യാന്വേഷണ ഏജൻസികൾ വാട്സപ്പ് കോളിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരെണ്ണം കേരളത്തിലും വാങ്ങേണ്ടി വരുമെന്ന് പോലീസ് ഏജൻസികൾ കരുതുന്നു. കേരളത്തിൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ അംഗീകാരം ലഭിച്ചിട്ടുള്ളവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില പുതുതലമുറ ഫോണുകളിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചാൽ അത് സാറ്റലൈറ്റ് ഫോണായി ഉപയോഗിക്കാനാവും. സംസ്ഥാനത്ത് ഇത്തരത്തിൽ അനധികൃതമായി സാറ്റലൈറ്റ് ഫോണുകൾ വരുന്നുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. മതമൗലികവാദ പ്രസംഗങ്ങൾ, മതസ്പർദ്ധ വളർത്തുന്ന ആശയങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കാനാണ് സൈബർ ഷാഡോ അംഗങ്ങൾ കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കാസർഗോഡ് ഉദുമയിലെ CPIM പ്രവർത്തകൻ ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ 7ാം പ്രതി പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തി പുറത്തിറങ്ങിയപ്പോൾ CPIM പ്രവർത്തകർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഗൂഢാലോചന കൊലയ്ക്ക് പിന്നിലുണ്ടെന്നും കാസർഗോഡ് DCC പ്രസിഡന്റ് നിർദ്ദേശിച്ച പ്രകാരമാണ് ഒളിവിൽ പോയതെന്നും പ്രതി ഷിബു വെളിപ്പെടുത്തുന്നു. സേവാദൾ ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിലാണ് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഉദുമ ബാലകൃഷ്ണൻ കൊലക്കേസ് 7ാം പ്രതി ഷിബു കടവങ്ങാനം പത്രസമ്മേളനം നടത്താനെത്തിയത്. താൻ നിരപരാധിയാണെന്നും കൊലയ്ക്ക് പിന്നിൽ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചനയുണ്ടെന്നും ഷിബു വെളിപ്പെടുത്തി. ഉദുമ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്ത കൊലയാണിതെന്നും ഷിബു പറഞ്ഞു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ നിർദ്ദേശിച്ച പ്രകാരം ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും ഷിബു വ്യക്തമാക്കി. CK ശ്രീധരൻ പ്രസിഡന്റായ ഉദുമ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ ഷിബു 2 വർഷമായി അവധിയിലാണ്. DCC ജനറൽ സെക്രട്ടറി വിദ്യാസാഗറിനെ ചോദ്യം ചെയ്താൽ ഗൂഢാലോചന പുറത്തുവരുമെന്നും ഷിബു പറഞ്ഞു. KPCC അംഗം കടവങ്ങാനം കുഞ്ഞികൃഷ്ണന്റെ മകനാണ് ഷിബു. പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ CPIM പ്രവർത്തകർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് എത്താൻ വൈകിയത് പ്രസ് ക്ലബിന് മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃശൂരിൽ ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച 2.5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. ഗുരുവായൂരിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. വാഹനവുമായി എത്തിയ ചാവക്കാട് സ്വദേശി ബാബുവിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഹസ്യവിവരത്തെ തുടർന്ന് ഗുരുവായൂർ കോട്ടപ്പടി ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച 2.5 കിലോ കഞ്ചാവ് കണ്ടെടുത്തത്.
വാഹനവുമായി എത്തിയ ചാവക്കാട് ഇരിങ്ങപ്പുറം സ്വദേശി ബാബുവിനെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ, ചാവക്കാട്, ആനക്കോട്ട എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച വൻതോതിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ബാബു. കാണിക്കാൻ പോയി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഈ ഡ്രൈവറുടെ സീറ്റിനടിയിൽ നിന്ന് ഒരു 2.5 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവ് കിട്ടി. ഈ കഞ്ചാവ് കുന്നംകുളത്ത് നിന്നാണ് കൊണ്ടുവന്നതെന്നും കുന്നംകുളത്ത് ഭാഗത്ത് കച്ചവടക്കാരെ പറ്റി കുറേ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. വൻതോതിൽ ശേഖരിക്കുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. വിനോദസഞ്ചാരികളും കോളേജ് വിദ്യാർത്ഥികളുമാണ് ബാബുവിന്റെ പ്രധാന ഇടപാടുകാർ. സംഭവത്തിൽ കൂട്ടുപ്രതികളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബസിന്റെ പ്ലാറ്റ്ഫോം തകർന്ന് യുവതി റോഡിലേക്ക് പതിച്ചു. പുനലൂർ KSRTC ഡിപ്പോയിലാണ് സംഭവം. തമിഴ്നാട് സർക്കാരിന്റെ ബസ്സിലാണ് അപകടമുണ്ടായത്. ബസ് നിർത്തിയിട്ടിരുന്ന സമയമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. തെങ്കാശിയിൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസിന്റെ പ്ലാറ്റ്ഫോമാണ് തകർന്നത്. പുനലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇന്നലെയാണ് പ്ലാറ്റ്ഫോം തകർന്ന് കായംകുളം സ്വദേശി സ്വാതി റോഡിലേക്ക് വീണ് പരിക്കേറ്റത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വാതിയെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. അതേസമയം പുനലൂർ RTO രാജീവ് ബസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തി. പഴക്കം ചെന്ന ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കാൻ ശുപാർശ നൽകിയതായി അദ്ദേഹം പറഞ്ഞു. സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ പാലിക്കേണ്ടതായ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതാണ് ഈ വാഹനം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വാഹനത്തിൻ്റെ മിനിമം ആയി വേണ്ടുന്നിരുന്ന പാസഞ്ചേഴ്സ് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോം വരെ നശിച്ച ഒരു കണ്ടീഷനിലാണ്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. യാത്രാമധ്യയായിരുന്നു പ്ലാറ്റ്ഫോം തകർന്നിരുന്നുവെങ്കിൽ നിരവധി യാത്രക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ബസ്സുകളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് കർശന പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇരുചക്ര വാഹനങ്ങളുടെ പിൻസീറ്റിൽ ഇരിക്കുന്നവർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി. ഹൈക്കോടതി ഇടക്കാല വിധിയിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇരുചക്ര വാഹനങ്ങളുടെ പിൻസീറ്റിൽ ഇരിക്കുന്നവരും നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കണമെന്ന ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവിറങ്ങിയത്. ഇക്കാര്യത്തിൽ സർക്കാർ അനുവദിച്ച ഇളവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ സംശയമില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് തെറിച്ചു വീണ് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഫോർട്ട് കൊച്ചി സ്വദേശി TU രവീന്ദ്രൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് V ചിദംബരേഷിന്റെ ഉത്തരവ്. യുവാക്കളും സ്ത്രീകളും പിൻസീറ്റിൽ യാത്ര ചെയ്ത് റോഡിൽ തെറിച്ചു വീണ് ജീവൻ പൊലിയാൻ ഇടയാകുന്നത് അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് TU രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 129 വകുപ്പ് അനുസരിച്ച് പിൻസീറ്റിലുള്ളവരും ഹെൽമറ്റ് ധരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇതിനു വിരുദ്ധമായുള്ള സർക്കാർ ഉത്തരവ് ഭരണഘടനാ ലംഘനവും മോട്ടോർ വാഹന നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. ഇരുചക്ര വാഹനക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കി ഉത്തരവിറക്കാൻ 2003 ഹൈക്കോടതി ഫുൾ ബെഞ്ചിന്റെ വിധിയുണ്ടായിരുന്നു. ഇതിനു വിരുദ്ധമായി പിൻസീറ്റുകാർക്ക് ഇളവ് അനുവദിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.